ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കർക്കിടക മാസം വരാൻ പോവുകയാണ്. ഇനി ഒരാഴ്ച കൂടിയിട്ടേ ഉള്ളൂ കർക്കിടക മാസത്തെ നമുക്ക് എതിരേൽക്കാൻ. ഈ പ്രാവശ്യം വെള്ളിയാഴ്ചയാണ് കർക്കിടകം 1 തുടങ്ങുന്നത് എന്നത് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ദിവസത്തെ എതിരേൽക്കാൻ സാധിക്കുന്നതാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ജ്യേഷ്ഠാഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിക്കുന്ന മഹത്തായ ദിവസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഭഗവതിയെ നമ്മുടെ വീട്ടിൽ കുടിയിരുത്തുന്നത് വഴി നമ്മുടെ വീട്ടിലോട്ട് സകല നന്മകളും സകല ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത്. അതായത് പഴമക്കാർ പറയുന്നത്, നമ്മൾ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുമ്പം ദശപുഷ്പങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ സാക്ഷാൽ അമ്മ വീട്ടിൽ എഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി നമ്മളെ അനുഗ്രഹിച്ച് തിരിച്ചു പോകുമെന്നാണ് അതിൻ്റെ സങ്കല്പം എന്നാണ്. അങ്ങനെയാണ് ഈ ഒരു പഞ്ഞ കർക്കിടകം മാറി ചിങ്ങത്തിൻ്റെ സമ്പൽ സമൃദ്ധി നമ്മുടെ വീട്ടിലോട്ട് വന്നു ചേരുന്നത്. അതുമാത്രമാണോ? കർക്കിടക മാസത്തിൻ്റെ മറ്റൊരു പ്രാധാന്യമെന്ന് പറയുന്നത് രാമായണ മാസമാണ്. ഭക്തിയുടെ പാരമ്യത്തിൽ നമ്മൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും ശ്രീരാമസ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് രാമനാമങ്ങൾ മുഴങ്ങി കേൾക്കുന്ന ദിവസങ്ങൾ. പണ്ടുള്ളവർ പറയുന്നത് പോലെ പഞ്ഞക്കർക്കിടകമായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. അതുമല്ല, മിഥുനത്തിൽ നിന്നും സൂര്യഭഗവാന്റെ കർക്കിടകത്തിലോട്ടുള്ള ആ ഒരു മാറ്റത്തോടു കൂടിയാണ് വടക്കു നിന്നും തെക്കോട്ടുള്ള സൂര്യൻ്റെ ദക്ഷിണായന പുണ്യകാല യാത്ര ആരംഭിക്കുന്നത്. സംസ്കൃതത്തിൽ ദക്ഷിണം എന്ന വാക്കിന് തെക്കെന്നും അയനം എന്നാൽ യാത്രയെന്നുമാണ് പറയുന്നത്. അതായത് ദക്ഷിണായനം ഭഗവാന്റെ തെക്കോട്ടുള്ള യാത്രയുടെ ആരംഭമാണ് കർക്കിടകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം ഉത്തരായനവും ദക്ഷിണായനവുമുണ്ട്. ഉത്തരായനം എന്ന് പറയുന്നത് ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. അപ്പം കർക്കിടകത്തിലെ ആ സന്ധ്യാസമയത്തിനാണ് നമുക്ക് പ്രാധാന്യം. കാരണം ദേവന്മാരുടെ സന്ധ്യാസമയമാണ്. അതുകൊണ്ട് തന്നെ ദേവസന്ധ്യ എന്നറിയപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഭഗവാൻ രാമൻ്റെ നാമങ്ങൾ ചൊല്ലുന്നു. ഇതിലൂടെ നമ്മുടെ വീടിനും ചുറ്റുമുള്ളവർക്കും മനുഷ്യർക്കും ഒക്കെ എല്ലാവിധത്തിലുമുള്ള നന്മകളും ഗുണങ്ങളും ഉണ്ടാകും. കർക്കിടക മാസത്തിന് ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളെയൊക്കെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുറതെറ്റാതെ നമ്മൾ ആദ്യം ചെയ്യണം. കർക്കിടകം 1 മുൻപായിട്ട്, അതായത് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുൻപായിട്ട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നന്മയെ സംശീകരിച്ച് നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യത്തെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ 12 മാസത്തെ വെച്ച് ഏറ്റവും മഹനീയമായിട്ടുള്ള മാസമാണ് രാമായണ മാസം എന്ന് പറയുന്നത്. ഈ മാസത്തിലെ വെള്ളിയാഴ്ചകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ സർവൈശ്വര്യ പൂജയൊക്കെ നമ്മൾ രാമായണ മാസത്തിൽ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളായിട്ടും ഓരോന്നായിട്ട് നിങ്ങൾക്ക് മുമ്പിലോട്ട് വരുന്നത്. വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. അതായത് കർക്കിടക മാസത്തെ എതിരേൽക്കാൻ അതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യണം, ശ്രദ്ധിക്കണം തുടങ്ങിയ വളരെ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഞാനിത് വീണ്ടും പറയാനുള്ള കാരണം, നമ്മുടെ വീട്ടിൽ ചിലപ്പം പൊട്ടിയ പാത്രങ്ങൾ, കീറിയ തുണികൾ, നമ്മൾ ഓൺലൈനായിട്ടോ അല്ലാതെയോ വാങ്ങിച്ച സാധനങ്ങളുടെ കാർഡ്ബോർഡ് പെട്ടികൾ, കേടായ പല വസ്തുക്കൾക്ക്, ആവശ്യമില്ലാത്ത പല ബുക്കുകൾ, പേപ്പറുകൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി കൂട്ടാനല്ലാതെ ഒരിക്കലും പോസിറ്റിവിറ്റി നമുക്ക് തരില്ല. അതിപ്പോൾ പൂജാമുറിയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ഭാഗത്താണെങ്കിൽ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഫോട്ടോസും വിഗ്രഹങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോട്ടോസ് ആണെങ്കിൽ കീറിയതോ സൈഡ് അരികു പൊട്ടിയതോ, അല്ലെങ്കിൽ ചില ഫോട്ടോസിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഒരുപാട് കാലമാകുമ്പം ചുളിവുകൾ വീഴാനും അതേപോലെ മങ്ങിയ പാടുകളൊക്കെ വരും. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയത് മേടിക്കണം. അതായത് ചില്ല് കൊണ്ടുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ആ ചില്ലിൽ നിന്നും ആ പേപ്പർ മാത്രം എടുത്ത് നമുക്ക് ചുരുട്ടി നദിയിൽ ഒഴുക്കി വിടാം. അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിൽ
മരങ്ങൾക്കടുത്ത് കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ആ ചില്ല് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ മതിയല്ലോ, അതൊരു ദോഷമുള്ള കാര്യമല്ല. ഫോട്ടോസ് മാത്രം നമ്മൾ ആ പിക്ചർ മാത്രം ഡിസ്പോസ് ചെയ്യുമ്പം ശ്രദ്ധിച്ചാൽ മതിയാവും. അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകളാണെങ്കിലും ചോർച്ചയുണ്ടോ കിഴിച്ചിലുകളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അത് മണിയാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും വിഗ്രഹമാണെങ്കിലും എന്തും നമുക്ക് മേടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കണം. കാരണം ഈ പൊട്ടിയതും കീറിയതുമായ പാടുകളുള്ളതും പൊട്ടിയ വസ്തുക്കളൊക്കെ നമുക്ക് പോസിറ്റിവിറ്റിയെ മാറ്റി അവിടെ നെഗറ്റിവിറ്റിയെ കൊണ്ടുതരികയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ലിയറായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റി മേടിക്കണം. അതേപോലെ നമ്മൾ ചെരുപ്പുകൾ, ഒരുപാട് ചെരുപ്പിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്തേക്കൂ. അങ്ങനെയല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. ഒരു 2-3 മാസമായിട്ടും നിങ്ങൾ ഉപയോഗിക്കാത്ത ചെരുപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. ചിലർ നീണ്ട യാത്രകളൊക്കെ പോകുമ്പോൾ, വെക്കേഷൻസ് ഒക്കെ പോകുമ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതുണ്ടായിരിക്കാം. അങ്ങനെ അല്ലാത്ത പക്ഷം ചെരുപ്പുകളൊക്കെ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് കിറ്റിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്ത മോയ്സ്ചറൈസിങ് ക്രീംസ്, അതേപോലെ സൺ ക്രീംസ്, പിന്നെ നമുക്ക് നെയിൽ പോളിഷ്, ബ്ലഷ്, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ സ്ത്രീകളായിട്ടുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാത്തത്, കാലാവധി കഴിഞ്ഞത്, അതൊക്കെ എടുത്ത് ഡിസ്പോസ് ചെയ്യണം. പിന്നെ മെഡിസിൻ ബോക്സിലും കാലാവധി കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെ പല പല സിറപ്സ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും ഒക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ കാലാവധി കഴിഞ്ഞതും ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അതേപോലെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ബുക്സ്, അതും കാലാവധി കഴിഞ്ഞു പോയ ബുക്കുകൾ ഉണ്ടായിരിക്കാം. നോട്ട്ബുക്സ് ഒന്നും നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കൊക്കെ മിക്കവരും ചിലർ സൂക്ഷിച്ച് വെക്കുമായിരിക്കും, അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തെറ്റല്ല. പക്ഷേ ന്യൂസ് പേപ്പേഴ്സ്, അതേപോലെ തന്നെയുള്ള ബുക്സുകൾ, ഇതൊക്കെ നമുക്ക് തൂക്കി വയ്ക്കാൻ പറ്റുമല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. വെറുതെ ആവശ്യമില്ലാതെ കൂട്ടി വെക്കാൻ പാടില്ല. ഇനി അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ 2 പിടിയുള്ള ചീനച്ചട്ടിക്ക് ചിലപ്പോൾ 1 പിടിയേ കാണുകയുള്ളൂ. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടലുകളുള്ളത്, പ്രഷർ കുക്കറിൻ്റെ സൈഡ് പോയത്, അങ്ങനെയുള്ള പല പല പാത്രങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയത് മേടിച്ച് വെക്കുക. അതായത് സാക്ഷാൽ അമ്മ മഹാമായയെ, കർക്കിടകം എന്ന് പറയുന്ന ദേവിയുടെ മാസമാണ്. അപ്പം അമ്മയെ വീട്ടിലോട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങൾ നടത്തുക. ഏറ്റവും ഭംഗിയായി നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുക, വീട് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു മടിയും അലസതയും കാണിക്കാനായിട്ട് നിൽക്കരുത്. നമ്മുടെ വീടിൻ്റെ ഓരോ കോർണറിലെ പൊടികളും മാറാലയും തട്ടിക്കളഞ്ഞ് എല്ലാം ക്ലീൻ ആക്കണം. അത് ജനലാണെങ്കിലും കതകാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട് ഡോറ്, ആ പടി, വാതിൽപ്പടിയൊക്കെ ഏറ്റവും ക്ലീനായി ശുദ്ധമായി തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി കർക്കിടകത്തെ എതിരേൽക്കാനായിട്ട് നിൽക്കണം. കർക്കിടകം 1 രാവിലെ നമ്മുടെ വീട്ടിലെ സകല വസ്തുക്കളും പുതിയതായിരിക്കണം. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കി ഉണക്കി എടുത്തതായിരിക്കണം. ബെഡ്ഷീറ്റ്, എല്ലാ മുറിയിലെയും ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, കർട്ടൻസ്, തറയിലിടുന്ന മാറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അലക്കി വെച്ചതായിരിക്കണം. ഇപ്പം സോഫ സെറ്റിയിലിടുന്ന കവേഴ്സ്, ഇതെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ അലക്കി എടുത്ത് നല്ല വൃത്തിക്ക് ഉണക്കി എടുത്തതിന് ശേഷം വിരിച്ചിടുന്നതായിരിക്കണം. അതാണ് ഇവിടെ പുതിയത് എന്ന് ഉദ്ദേശിച്ചത്. അതായത് ആ ഒരു കർക്കിടകം 1-ാം തീയതി നമ്മുടെ വീട്ടിലെ എല്ലാ വസ്തുക്കളും ഏറ്റവും ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു സമയം ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് തന്നെ നമ്മൾ തുടങ്ങാനും ശ്രമിക്കണം. പൂജകളാണെങ്കിലും ഓരോ കുഞ്ഞു കുഞ്ഞു വഴിപാടുകളാണെങ്കിലും എന്തിനേറെ പറയുന്നു ഓം ശ്രീ മാത്രേ നമ എന്ന് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് കർക്കിടക മാസത്തിൽ ചൊല്ലിയാൽ തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്യണം. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർക്കിടകം 1 വെള്ളിയാഴ്ച വരുന്നത് കൊണ്ട് തന്നെ അന്ന് മുതൽ തുടർച്ചയായ 21 ദിവസം നമ്മൾ കുലദൈവ പൂജ ചെയ്യും. കഴിഞ്ഞ വർഷം ഞാനത് ചെയ്ത് കാണിച്ചു തന്നാണ്, ഒരുപാട് പേര് ചെയ്ത് ഫലം കിട്ടിയതാണ്. ഈ വർഷം നമുക്കത് ചെയ്യണം. കർക്കിടകത്തിൽ വരുന്ന 4 അല്ലെങ്കിൽ 5 വെള്ളി, കർക്കിടകത്തിൽ വരുന്ന 4 അല്ലെങ്കിൽ 5 ചൊവ്വ, കർക്കിടകത്തിൽ വരുന്ന 4 അല്ലെങ്കിൽ 5 ശനി, ശനിയാഴ്ചകൾ പ്രത്യേകിച്ച് രോഗനിവാരണത്തിന് നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണ്. വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യത്തിന് നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്നത് പോലെയുള്ള പൂജകളും പ്രാർത്ഥനകളും ദേവീക്ഷേത്ര ദർശനങ്ങളും കുലദൈവ ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതേപോലെ തന്നെ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ തുടർച്ചയായിട്ടുള്ള രാമായണ പാരായണം, അതിൽ ശ്രീരാമജയം എഴുതുന്നത് ഉൾപ്പെടുന്നുണ്ട്, ശ്രീരാമജയം ചൊല്ലുന്നത് ഉൾപ്പെടുന്നുണ്ട്, ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പൂജകളുണ്ട് ചൊവ്വാഴ്ചകളിൽ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം. പറ്റുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാനും ശ്രമിക്കണം. കാരണം നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നൊരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതേപോലെ കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രം ആടി കൃത്തിക, കഴിഞ്ഞ വർഷം ഞാനൊരു പരിഹാരം പറഞ്ഞത് ചെയ്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞ് 3-4 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും നമുക്കതൊക്കെ ചെയ്യണം. ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്. അപ്പം എല്ലാ ദിവസവും വീട് നമുക്ക് ചിലപ്പം കംപ്ലീറ്റ് ആയിട്ടൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള സമയങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങളുടെ വീടിനെ അലങ്കരിക്കുക. കർക്കിടകം 1-ാം തീയതി ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തോരണങ്ങൾ, അതായത് മാവിലത്തോരണം, വേപ്പിലത്തോരണം, നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലും അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ഭാഗത്തും നമ്മുടെ ഫ്രണ്ട് ഡോറിലും മാവിലയും വേപ്പിലയും സ്ഥാനം പിടിക്കണം. അപ്പം കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങൾ, കർക്കിടക മാസത്തിൽ വരയ്ക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കോലങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന വീഡിയോസായിട്ട് ചെയ്തേക്കാം. ഇത് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത്ര നേരത്തെ ഇടുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ ദിവസവും ഒരു മുറി എന്ന് വെച്ച് നമ്മൾ ക്ലീനാക്കിയാലും നമുക്ക് കർക്കിടകം 1-ന് മുൻപ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടും പരിസരവും ക്ലീനാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മഴയാണ്. അതുകൊണ്ട് തന്നെ സമയം കണ്ടെത്തി ഒരു ടൈം ടേബിളൊക്കെ വെച്ച് വീടൊക്കെ ക്ലീനാക്കി ഇടണം. അതേപോലെ തന്നെ വിളക്കുകളൊക്കെ ഏറ്റവും ഭംഗിയായി തേച്ച് വൃത്തിയാക്കി വെക്കണം. പൂജാമുറി ക്ലീൻ ചെയ്ത് വെക്കണം. കർക്കിടകം 1 വരുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ തലേ ദിവസമായ വ്യാഴാഴ്ച നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. കർക്കിടകം 1 വരുന്നത് വെള്ളിയാഴ്ച, തലേ ദിവസമായ വ്യാഴാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്ന ഒരു ചെറിയ റോസ് വാട്ടർ, ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ റോസ് വാട്ടർ, ശുദ്ധമായ ജലം, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആര്യവേപ്പിൻ്റെ ഇല കിട്ടുമെങ്കിൽ അതുകൊണ്ട് വീട് മുഴുവൻ നമ്മൾ ആ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണം. ഇത് നമ്മൾ കർക്കിടകത്തിലെ 30 ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യമാണ്. ഇത് ചെയ്യുന്നത് രോഗങ്ങൾ വരാതിരിക്കാനും ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടുമാണ്. ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫലപ്രാപ്തിയായിരിക്കും. സോ എല്ലാവരും കഴിയുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം, മറക്കരുത്. കർക്കിടക മാസത്തിൽ ദേവിയെ വീട്ടിലോട്ട് വരവേൽക്കേണ്ടതാണ്. പിന്നെ ശീബോധി വയ്ക്കുന്നത്, രാമായണം എങ്ങനെ പാരായണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.